കുട്ടി ഏത് ക്ലാസ്സിലാണെങ്കിലും വെക്കാബുലറി കുറവാണെങ്കിൽ അത് കുട്ടിയുടെ റീഡിങ്ങിനെയും റൈറ്റിങ്ങിനെയും പുതിയ ലാംഗ്വേജസ് പഠിക്കുന്നതിനെയൊക്കെ ബാധിക്കുന്നുണ്ടാകും. സോ വെക്കാബുലറി കുട്ടികളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ദിവസവും നമ്മൾ 3 മുതൽ 5 വരെ പുതിയ വാക്കുകൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അതൊരു സെൻറ്റൻസിലേക്ക് വരുമ്പം എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറിയ രൂപത്തിലെങ്കിലും അവരോട് കൺവേ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഡെയിലി കമ്മ്യൂണിക്കേഷനാണ്. കുട്ടിക്ക് ഏത് ലാംഗ്വേജിലാണോ വെക്കാബുലറി കുറവുള്ളത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് അത് റിലേറ്റഡ് ആയിട്ട് ഡെയിലി ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുക. കുറേ കൂടി റിയലിസ്റ്റിക് ആകുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ്, കുട്ടിയുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇംഗ്ലീഷിലാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ ബോർഡ്സ് കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറ്റുന്ന വിധത്തിൽ വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്യിപ്പിക്കാം. അതുപോലെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിലും ചെറിയ തോതിൽ കുട്ടിയുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യും. ഡെയിലി സ്റ്റോറി റീഡിങ് കുട്ടികളിൽ വെക്കാബുലറി ബിൽഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഇവിടെ നമ്മൾ 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ മതി, ഡെയിലി ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കഥകളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പുതിയ വാക്കുകളുണ്ട്. കുറേ കൂടി കുട്ടികൾ ആ വാക്കുകൾ പഠിക്കുമ്പോൾ ആ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ച് വിഷ്വലൈസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാകും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ വേർഡ്സ് ഗെയിംസ്, ഫോർ എക്സാമ്പിൾ നെയിംസ് ഓഫ് 5 അനിമൽസ്, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന പുതിയ വേർഡ്സുകൾ നമ്മൾ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ കോൺവേഴ്സേഷനിലും റൈറ്റിങ്ങിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക.